സ്പീച്ച് PK. ഇവിടെ എന്തായാലും സ്റ്റോറി? ആരുടെയാ പ്രസംഗം? ശേഖരേട്ടാ, അത് ഒന്ന് വാതർന്ന് പറയടോ. അല്ല, അത് ചരൽക്കുന്നിലെ യൂത്ത് ക്യാമ്പില്. എന്താടോ പണ്ടത്തെ പോലെ പട്ടാപ്പകൽ പോലെ പെൺകുച്ചുങ്ങളെങ്കിലും പിടിച്ചോ കുട്ടി നേതാക്കന്മാര്? അയ്യോ അല്ല, പിന്നെ ക്യാമ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് PK ചെയ്ത പ്രസംഗത്തിന്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാവട്ടത്തിൽ തന്നെ വരണം. പതിവ് പോലെ PK തന്നെ ഫോൺ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു തന്നോടല്ലേ? അത് അപ്പൊ ചുമ്മാതല്ല പഴയ യൂത്തിനൊരു ഓവർ എന്തൂസിയാസം. കണ്ടില്ലേ മാധവേട്ട, ഖദറിനിടയിൽ കൂടെ രോമാഞ്ചം ഇങ്ങനെ ചാടി പുറത്തു വരുന്നത്. എന്നിട്ട് എവിടെയോ മാറ്റർ കാണട്ടെ. അത് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കാറില്. അരവിന്ദേട്ടാ, നമ്മുടെ നേതാക്കന്മാർ വന്നിരിക്കുന്നു. അതല്ലേ. ഹലോ അരവിന്ദൻ. ഹലോ. ഹലോ, നമസ്കാരം. മിസ്റ്റർ ശേഖരൻ, ചീഫ് എഡിറ്റർ അല്ലേ? നമ്മൾ മുമ്പൊരിക്കല്. നമസ്കാരം. നമസ്കാരം. അപ്പൊ പിന്നെ എങ്ങനുണ്ട് ജാഗ്രത? എങ്ങനുണ്ട് സർക്കുലേഷൻ? എന്താ സർക്കുലേഷന്റെ കണക്കെടുക്കാൻ വന്ന സാറാണോ? അയ്യോ ശേഖരേട്ടാ, ഇത് അറിയാമോ, കൊടിപ്പുള്ളി സുരേന്ദ്രൻ XMP പണ്ടൊരു ഉടങ്കല്ലി സൈക്കിളും കൊണ്ട് ദിവസം ഒരു 56 തവണ കേറിയിറങ്ങി നിരങ്ങും ഈ പത്രമാഫീസിന്റെ തിണ്ണയില് ഓരോരോ നേതാക്കന്മാരുടെ പ്രസ്താവനയും കൊണ്ട്. എന്നിട്ട് ഈ വാതൊക്കെ വന്നിന്ന് പട്ടിയെ പോലെ അണയ്ക്കുമ്പോ ഉണ്ണിയപ്പവും വാഴയ്ക്കാവടയും പാൽച്ചായയും വരുത്തി കൊടുക്കും ഈ മാധവേട്ടൻ. എന്താ അറിയൂ? തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പഴയ ജനറൽ സെക്രട്ടറിയാ മാധവ്ജി. അയ്യോ മാധവേട്ട, ഞാൻ പെട്ടെന്ന്. ഏയ് സാരമില്ലടോ. മതി മതി. പിന്നെന്താ കുടിപ്പുള്ളി ഈ വഴിക്ക്? അത് പിന്നെ നമ്മുടെ PKയുടെ ഒരു പ്രസംഗം. എവിടെ മാറ്റർ കാണട്ടെ. കൊടുക്കണു. ഓ, എടുക്ക്. കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണം. PK ആൻഡ്രൂസ്. ഇത് തന്നെയല്ലോ ഇയാൾ കഴിഞ്ഞ പോലെ ആലപ്പുഴയിലും പ്രസംഗിച്ചത്. ഇതൊന്ന് വായിച്ചേ, കണ്ണു പറ്റുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ലക്ഷറി കാറുകളിലും ബാറുകളിലും വായിക്കടോ. പുരോഗതിയിലേക്ക് കുതിക്കുന്ന നഗരങ്ങളിലും വിമാനസഞ്ചാര സുഖങ്ങളിലുമല്ല, കാളവണ്ടി യുഗത്തിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നത്. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ നഗ്നപാതരായി. മതി നിർത്ത അവന്റെ നഗ്നപാദം. എടോ അരവിന്ദൻ, അന്തി മയങ്ങുമ്പോ ഗാന്ധി മൈതാനത്ത് പോയി നിന്നാല് നല്ല ഒന്നാന്തരം ചരിത്ര പ്രസംഗം കേൾക്കാം. അത് കുറിച്ചുകൊണ്ട് വന്നാ മതി, പത്രത്തിൽ കൊടുക്കാം. അതിന് സത്യസന്ധതയുണ്ട്, ഇതിന് അതില്ല. വെച്ചോ ശേഖരേട്ട. ഞാൻ എടോ ആദ്യം ആരാന്റെ പേരെടുക്കാൻ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പറഞ്ഞതിന്റെ ചെലവ് കാശ് സർക്കാർ ഖജനാവിൽ കൊണ്ട് അടച്ച് രസീത് വാങ്ങാൻ പറയണം തന്റെ ആൻഡ്രൂസ് പുണ്യവാളനോട്. എന്നിട്ട് മതി മുക്കിന് ആദർശ പ്രസംഗം. എന്റെ പൊന്ന് ശേഖരേട്ട, ഞാൻ എടോ അനിയ, എന്തോ ഇതിങ്ങനെ തേച്ച് വെടിപ്പാക്കി ഇരുമ്പും കൂട് പോലെ പോച്ചുകൊണ്ട് നടന്നാ പോരാ. കുറഞ്ഞ പക്ഷം ഇതിന് മുക്കുന്ന കഞ്ഞിപ്പശയുടെയെങ്കിലും ബലമുള്ളൊരു നട്ടല്ലൂടെ ഉണ്ടാക്കിയെടുക്കണം ഇതിനകത്ത്. എങ്കിലേ നന്നാവൂ നിന്റെയൊക്കെ ഈ പ്രസ്ഥാനം. ഹലോ, ആരാ? ജസ്റ്റ് മിനിറ്റ്. ആരാ? DIG സഭാപതി. അകത്തേക്ക് ത്രൂ ചെയ്യും, ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോളാം. ഹരിദാസ് ഇവിടെ നിന്ന് മുഷിഞ്ഞു അല്ലേ? ഇരിക്കടോ, തന്റെ DIG-യാ ഡേവിഡ് സഭാപതി. ശേഖരൻ, നമസ്കാരം. പറയണം, എന്താ വിശേഷിച്ച്? അയ്യോ വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശേഖർജി. ഇതിപ്പോ കുറച്ചു കാലമായാലും ഞാൻ ഒന്ന് വിളിച്ചിട്ട്. വേണ്ടടോ, താനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വളച്ചു കേട്ടണ്ട. കാര്യം എന്താന്ന് പറഞ്ഞാൽ മതി. കം ടു ദി പോയിന്റ്. അയ്യോ ശേഖർജി, അതല്ല, ഐ എം കമ്മിങ് ടു ഇറ്റ്. അതായത് നമ്മുടെ ഇന്ന് രാവിലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ ശേഖർജി. ഏത് ഇൻസിഡന്റ്? മറ്റേ ചത്തുപോയി നമ്മുടെ പഴയ പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സഖാവിന്റെ. അപ്പൊ അത് തന്നെ പ്രശ്നം. വിൻസെന്റ് പീറ്റർ, മറ്റേ ബൈക്ക് ആക്സിഡന്റ് അല്ലേ? അതെ, അത് തന്നെ ശേഖർജി, എക്സാക്ട്ലി. അതായത് ശേഖർജി, നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. അതിന് ശേഖർജി ഒന്ന് അറിഞ്ഞ് സഹായിച്ചായിരുന്നു. ഓഹോ, അതെന്തിനാടോ അങ്ങനെ ഒരു സഹായം? അയ്യോ അങ്ങനെ ചോദിക്കല എന്റെ പൊന്നു ശേഖർജി. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സൽപ്പേർ കൂടി കുഞ്ഞബ്ദുള്ളയോടെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങള്. ഇനി ഏതിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിലെങ്ങാനും ഇതിന്റെ പേരിൽ ഒരു ഒച്ചപ്പാടും കൂടി ഉണ്ടായാലേ വേണ്ടേ. ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹകരിക്കും. അത് ബുദ്ധിയായാലോ. പക്ഷെ അതുകൊണ്ട് പോരല്ലോ ശേഖർജി. ഇതിപ്പോ ഈ ഇഷ്യൂ ഒന്ന് ഇടിച്ചു താത്തണേല് അതിന് ശേഖർജിയോടും കൂടെ സംസാരിക്കണം. ഇദ്ദേഹത്തിന്റെ കയ്യും കടയും പിടിച്ചൊന്ന് പൊത്തുവരുത്തമാക്കി എടുക്കണമെന്ന് പറഞ്ഞ്
തലസ്ഥാനത്ത് നിന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതിനെ ചുമതലപ്പെടുത്തിയിരിക്കുക. അത് പിന്നെ ഇദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനെ കൂടാണല്ലോ. അത് നിർത്തണോ. തന്റെ ഹോം മിനിസ്റ്ററോന്ന് പറഞ്ഞേക്കണം, അവന്റെ അച്ഛ വീട്ടിൽ അടയ്ക്കാ വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടല്ല. സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വായിക്കണമെന്ന് നിർബന്ധമുള്ള 10,000 ആണുങ്ങള് ഈ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ ശേഖരന് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഈ പത്രം. എന്താ പറയോ താൻ? അയ്യോ ശേഖർജി, അതിപ്പോ ഞാൻ തനിക്ക് നാവിറങ്ങി പോയെങ്കിൽ വേണ്ട, നേരിട്ട് ഞാൻ വിളിച്ചു പറയാം തന്റെ ഹോം മിനിസ്റ്ററോട്. എന്താ വേണോ? അയ്യോ എന്റെ പൊന്ന് ശേഖർജി വേണ്ട, ഇദ്ദേഹം വിളിക്കണ്ട. എന്റെ പൊന്നച്ചോ, വേണ്ടേ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്തേക്കോ ഞാൻ. മാപ്പ്, എന്റെ പൊന്ന് ശേഖർജി മാപ്പ്. വെച്ചിട്ട് പോടൂ. എന്റെ പൊന്ന് സേഡ്ജി, യുവമാരുടെയൊക്കെ ഈ ചീത്ത വിളി ഒരു 10 മിനിറ്റ് കേട്ടാലുണ്ടല്ലോ, വേണ്ടേ കാമർച്ചിട്ട് എനിക്ക് എന്റെ അന്തരാളത്തിൽ നിന്ന് മേൽപോട്ടെടുക്കും. ഡാഡി എന്നെ പന്നത്തരമായി കാണിക്കുന്നേ. വെച്ച് പെരുക്കിത്തരം ഞാൻ. അല്ല ഞങ്ങള് പിന്നെ സേഡ്ജി, ഞാനായിട്ട് വിശ്വഞ്ചോട് നേരിട്ട് ചോദിച്ചൊരു ശീലമില്ല, അറിയാലോ. പറഞ്ഞത് മുഴുവനോടെ രാത്രി തന്നെ ഇങ്ങ് എത്തിച്ചു തന്നേക്കണേ. ജരൂർ ദേ ദൂംഗാ ഡിഐജി സാബ്, പേടിക്കാതെ. അല്ല, നാളെ തന്നെ ഡ്രാഫ്റ്റ് എടുത്ത് മദ്രാസിൽ എത്തിക്കാനുള്ളതാണേ, അതുകൊണ്ടാ. പുൽനാമത് ഓക്കെ? ഓക്കെ, പക്ഷെ എല്ലാം വേണ്ട പോലെ തന്നെ ചെയ്യണം. ആയിക്കോട്ടെ, സേഡ്ജി ധൈര്യമായിട്ട് വയ്ക്കോ. ശുക്രിയ. ഓക്കെ, ബഹുത് ശുക്രിയ. വണക്കയ്യ. വണക്കം. മൂൽനാമത്, ശുക്രിയ, വണക്കം. അയ്യ, എന്താടി എന്താ? how much is a kill, Dad? എന്നാടി അല്ല, എത്രയാ വാങ്ങുന്നേന്ന്? ഒലക്കട മൂട്, മിണ്ടിപ്പോയത് റാസ്കിൽ. പിന്നെ ഹരിദാസ്, തനിക്ക് ഇപ്പോഴും വിശ്വാസം അയാളെ, തന്റെ ഈ DIG ഡേവിഡ് സഭാപതിയെ അല്ലേ? അത് അറിയാലോ ശേഖരേട്ടാ, മുമ്പ് 4 തവണ സസ്പെൻഷനിലായപ്പോഴും എന്നെ സഹായിച്ചത് ഇദ്ദേഹം ഒരാളേ ഉള്ളൂ. അതിന്റെ ഒരു കടപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പൊ ശേഖരേട്ടനെ വിളിച്ചത് ഹോം മിനിസ്റ്റർ വിളിച്ച് ശരിക്കും ഫോഴ്സ് ചെയ്താണ് ശേഖരേട്ടാ, ഉറപ്പാ. എന്തോ എനിക്കറിയില്ല, പക്ഷേ താനും ഞാനും സംശയിക്കുന്നത് പോലെ ഈ കൊച്ചിയിലെ ഓർഗനൈസ്ഡ് ക്രൈംസിന്റെ എല്ലാം പിന്നിൽ ഒരു വിശ്വനാഥൻ ഉണ്ടെങ്കിൽ പിന്നെ തന്റെ ശത്രു ആരാ മിത്രമാരാന്ന് താൻ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. സൂക്ഷിക്കണം. പഴയ മുഹമ്മദ് ഉണ്ണി കൊലക്കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ഹരിദാസ് തന്നെയാണ് നാളത്തെ ജാഗ്രതയിൽ അടിച്ചു വരുന്ന വാർത്തകൾക്കു പിന്നിലെ സോഴ്സ് എന്ന് മറ്റാരും ഊഹിച്ചില്ലെങ്കിലും വിശ്വനാഥൻ ഊഹിച്ചെടുക്കും. സോ വെറുതെ അളന്ന് ചെറുതാക്കണ്ട അവനെ. അപകടത്തിന്റെ ചൂരെത്ര അകലെ നിന്നായാലും ശരി, അത് മണപ്പിച്ചു പിടിക്കാൻ വല്ലാത്തൊരു ഘ്രാണശേഷിയുള്ള മൃഗമായ എന്റെ ഈ പഴയ രാഷ്ട്രീയ ശിഷ്യൻ വിശ്വനാഥൻ. അത് ഓർമ്മ വേണം എപ്പോഴും. എത്രയായി ചേട്ടാ? ഇതെന്താ ചെവി പുറകോട്ടാ, അതോ വായില് നാക്കില്ലേ? അതേ ചേട്ടാ, ദേ എത്രയായിന്ന്. കുഞ്ഞു കൃത്യം മീറ്ററിൽ കാണുന്ന കാശ് തന്നെച്ചാ മതിയേ. അയ്യയ്യേ, അതെന്നെ ഇടപാടാ ചേട്ടാ. ആണുങ്ങളായത്തിൽ ഒരു വാശിയൊക്കെ വേണ്ടേ? പറ വേം പറ. എന്റെ പൊന്നു മോളെ, കുഞ്ഞൊന്നും തന്നില്ലേലും വേണ്ട, പരാതിയില്ല. ഞാനങ്ങ് പൊക്കോളാവേ. എങ്ങനെ എന്തു മോള്? ഇന്നലെ കണ്ടപ്പോ കായും പൂവൊക്കെ ചേർത്ത് വേറൊരു മോളായിരുന്നല്ലോ ചേട്ടാ. അയ്യോ, എന്നാ മോള? കഴുവേ. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും പറയല്ലേ, ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട. ഈ പാവത്തിനെ ഒന്ന് വിട്ടേച്ചാ മതി. അയ്യടാ, നല്ല പാവം. ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം? മീറ്ററിൽ കാണുന്നത്, പിന്നെ അതിന്റെ പകുതി, അതിന്റെ മുക്കാല്, പിന്നെ അതിന്റെ കാല്. സത്യം പറയാലോ, ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത്. പറ വെയിറ്റിംഗ് ചാർജ് കൂടുവേ. എന്റെ പൊന്നുകുഞ്ഞെ മാപ്പ്. ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് കൊച്ചു ശേഖരേട്ടന്റെ മോളാണെന്ന് അറിയാതെ ഞാൻ ഏതാണ്ടൊക്കെ. എന്താടാ എന്താ ഇവിടെ? അയ്യോ സാറേ, ഒന്നുമില്ല സാറേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നടുറോട്ടി കമ്മിറ്റി കൊടുന്നോടാ കള്ളം. അല്ല സാറേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടം വന്നതിന്റെ കണക്ക്. എന്താ പ്രശ്നം? കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യോ സാറേ, 1 മിനിറ്റ്. അയ്യടാ, കണ്ടാലുടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ്. അല്ല, നമ്മൾ ആരാ സാറേ? പോലീസ് യൂണിഫോമിൽ പെട്രോളിന് ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോ? ഒന്ന് വന്നേ, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാൻ. ഇവളെ ഞാൻ ചുമ്മാ വരട്ടല്ലേ സാറേ. കുഞ്ഞിന്റെ വെറുതെ പ്രശ്നം ഒറ്റ ഉണ്ടാക്കല്ലേ. മിനിറ്റ് സാറേ, ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ. തോമസ് വാഴയ്ക്ക. അയ്യേ, ഓ സോറി, തോമസ് വാഴക്കാലി. റിയലി സോറി. പക്ഷേ നല്ല അസല് മുഖപരിചയം. നമ്മൾ ഇതിനു മുമ്പ് ഓ യെസ്, കിട്ടി. അല്പം മൂത്ത് നരച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ, വെരി റീസെന്റ്.
അല്ലേ? അല്ല, അടുത്തിടയ്ക്ക് മാനസമൈനയിൽ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ. പിന്നെ ചില ഗോസിപ്സും. ഇളിച്ചോണ്ട് നിൽക്കാതെ പറഞ്ഞു വിടണോളെ. മോളേതെ ഒന്ന് അല്ല മാവാ, ഒരു 25 ലക്ഷം രൂപയും 250 പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരിയിൽ അബ്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വാഴക്കാലി തന്നെയല്ലേ ഈ മോളെ പുള്ളി? ഒന്ന് നിർത്ത്. ഏതിനും പോരാത്ത ശേഖരട്ടന്റെ മോളാ ഇത്. തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പളങ്ങാക്കെ കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അബ്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴക്കാലിക്ക്? അതിനെങ്ങാനും തന്റെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടഷാപ്പിൽ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ, അല്ലടോ? പറഞ്ഞു ജയിച്ചെന്ന് കരുതി തിളക്കണ്ട. നിന്നെ പിന്നെ കണ്ടോളാ ഈ വാഴക്കാലി. കണ്ടോളാ വണ്ടി എടുക്കോ. അത് കലക്കി. ഞാൻ പോട്ടെ കുഞ്ഞെ. ആ ചേട്ടാ, ദേ നിന്നെ ഒരു സെക്കൻഡ്. ദാ ഇത് വെച്ചോളൂ. അയ്യോ കുഞ്ഞെ, മീറ്റർ കാണിച്ചത്. ഇന്നലെ വഴക്കിന്റെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, രാപ്പകൽ അധ്വാനം, വീട്ടിൽ പോറ്റാൻ 6-7 വയറെന്നൊക്കെ. ദാ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നാന്ന് പറയണം. എന്താ പറയോ? അതെ, എന്റെ കയ്യിൽ എമ്പിടി കാശുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ദേ ഇതൊരു പ്രായശ്ചിത്വ ഇന്നലെ വഴക്കിട്ടതിന്. പ്ലീസ് വേണ്ടാന്ന് പറയരുത്. അയ്യോ കുഞ്ഞെ, എന്നാലും ഏയ് എന്താ ഇത്? വരട്ടെ. പടച്ചോനെ കാത്തു. ചേച്ചി, ആ നീയോ? ഇതെന്താടാ ഇന്നൊന്നും വിറ്റില്ലേ? എന്ന് വെച്ചാൽ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചേച്ചി പത്രത്തില്? ഉം. ഇന്ന് മൊത്തം ഒരു തണുപ്പാ. എന്റെ പടച്ചമ്പുരാനെ, എന്നും ആരെങ്കിലും ഓരോരോ പെൺവാണിപ്പം നടത്തിയിരുന്നെങ്കിൽ. ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ല്, നിന്റെ മൂക്ക് ചെത്തു മാനേജർ. ചേച്ചി പ്ലീസ്, വലിയ പുള്ളിയെ കൊണ്ട് ഒന്ന് പറയിച്ചേക്കണേ. ചെല്ലട്ടെ. ആ ഇബിനു, ഓ, എപ്പോഴും ഞാൻ പറയും ആ ബടക്ക് മാനേജറെ കാണാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ എന്ന്. എന്നാലും ഈ ചേച്ചി കഴുതേ എന്താണിത്? തുറന്നു നോക്ക്. അയ്യോ ചേച്ചി, ഇത് മരക്കഴുതേ, നാളെ അല്ലടാ നിന്റെ. അയ്യോ ശരിക്കും? അതെ, ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യോ ഇടിവേട്ട്. അപ്പൊ ചേച്ചി നാളെ ഉച്ച കഴിഞ്ഞ് എന്താ സിനിമയ്ക്ക് പോണോ നിനക്ക്? പോയിട്ട് ഉമ്മാനെ കാണണം. പക്ഷേ ഒറ്റക്ക് പോണല്ലോ എന്ന് ഓർക്കുമ്പോ പേടി ചേച്ചി. കഴിഞ്ഞ തവണ ചെല്ലുമ്പോ വാടന്മാര് തല്ലിയത് പഴുത്തിട്ട് മേല് മുഴുവൻ ചോരയും പഴുപ്പും നാറ്റവും. എന്നെ കണ്ടപ്പോ തുടങ്ങി ചങ്ങല വലിച്ചു പൊട്ടിക്കാനൊക്കെ അഞ്ഞിട്ടുള്ള ബഹള. പിന്നൊടുക്കം ചീത്തവിളിയും കരച്ചിലും. ചിലപ്പോ തോന്നും ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് പകരം ആരും കാണാതെ ഉമ്മാനെ കൊന്നു കളഞ്ഞാലോ. ഏയ് ഇബിനു, നാളെ ഞാനും വരാം നിന്റെ കൂടെ.